Hi dears, once again welcome to English classes at Radhika Rinesh. ഇന്ന് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ AEC 3 for Sciences എന്നുള്ള ബുക്കിലുള്ള ഒരു ചാപ്റ്ററാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ സ്പീച്ച് മെയ്ഡ് ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇൻ 1930 ഇൻ ബെർലിൻ. അപ്പോൾ ഈ സ്പീച്ചിൽ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് റേഡിയോ. ആ സമയത്ത് റേഡിയോ ആയിരുന്നു ദ മോഡേൺ ഡിവൈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പവർ ഓഫ് സയൻറ്റിഫിക് ഇൻവെൻഷൻസ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സയൻറ്റിസ്റ്റ് ടു ദ സൊസൈറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ. This speech by Albert Einstein highlights the significance of radio as a technological marvel and its role in societal progress. During that time, radio was recently invented. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയോ ഒരു പുതിയ ഡിവൈസ് ആയിരുന്നു. അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ആളുകളെ വളരെയധികം ആകർഷിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഐൻസ്റ്റൈൻ പറയുന്നത് എന്തൊക്കെയാണ് റേഡിയോയുടെ ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ അത് വളരെ നല്ലൊരു ടെക്നോളജിയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പുതിയ നൂതനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. മാത്രമല്ല അത് സൊസൈറ്റിയുടെ പുരോഗതിക്ക് ഉതകുന്നതും ആണ് എന്നുള്ളതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നത്. We know Albert Einstein, a renowned physicist and humanist, believed in the moral and social responsibilities of science and its potential to foster equality, understanding and peace. അപ്പം ഐൻസ്റ്റീൻ ഒരു റിനൗണ്ട് ഫിസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ മോറൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സയൻസ്, സയൻറ്റിസ്റ്റുകൾക്കും സയൻസിനും ഇതുപോലത്തെ ഒരുപാട് മോറൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതുപോലത്തെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തണം. അത് ഒരിക്കലും ചീത്ത രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളാവരുത്. സമൂഹത്തെ നന്നാക്കാനുള്ള കണ്ടുപിടുത്തങ്ങൾ, സമൂഹത്തെ ഈക്വൽ ആക്കാനായിട്ട് എല്ലാവരും ഒരുപോലെ, അല്ലേ? റേഡിയോ ഒക്കെ വന്നതിൽ പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഈസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ റേഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ന്യൂസ് എത്തും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈക്വലായി എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ടും അതുപോലെ സമാധാനത്തിന് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളാണ് ശാസ്ത്രജ്ഞന്മാർ നടത്തേണ്ടത് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. കോൺട്രിബ്യൂഷൻസ് ഓഫ് പയനിയേഴ്സ്. ഇവിടെ അദ്ദേഹം കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ, സയൻറ്റിസ്റ്റുകളെ സ്മരിക്കുകയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സയൻസിന് വേണ്ടിയും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം റേഡിയോയുടെ കണ്ടുപിടുത്തത്തിന് നിദാനമാവുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? അതിൻ്റെയൊക്കെ ഒരു റേഡിയോയുടെ കണ്ടുപിടുത്തത്തിൻ്റെ മുൻപേ വന്ന ചില കണ്ടുപിടുത്തങ്ങളാണ് പറയുന്നത്. ദ ഫസ്റ്റ് പേഴ്സൺ ഈസ് എഴ്സ്റ്റഡ്. ഹി ഡിസ്കവേർഡ് ദ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്സ്, അല്ലേ? അപ്പം ഇലക്ട്രിക് കറൻസിൻ്റെ, അതായത് ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ച ആളാണ് എഴ്സ്റ്റഡ്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ഈസ് റേസ്. അപ്ലൈഡ് ഇലക്ട്രോമാഗ്നറ്റിസം ടു ജനറേറ്റ് സൗണ്ട്. ഈ ഇലക്ട്രോമാഗ്നറ്റിസം വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കി ആര്? റേസ്. ദെൻ നെക്സ്റ്റ് ഈസ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. What he has done, he invented the microphone to convert sound waves into electrical currents, അല്ലേ? അതായത് മൈക്രോഫോൺ ഉണ്ടാക്കി, അല്ലേ? മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ മൈക്ക്. ഓക്കെ, മൈക്കിലൂടെയാണ് നമ്മൾ എന്താണ് ഈ സൗണ്ട് വേവ്സിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആക്കിയിട്ട് തിരിച്ചു മാറ്റി. റേസിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടുത്തമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മൈക്കും അതുപോലെ ഉച്ചഭാഷിണി, അല്ലേ, മൈക്ക് ഉണ്ടായത് അങ്ങനെയാണ്. ദെൻ മാക്സ്വെൽ ആൻഡ് ഹെർട്സ്. പിന്നെ മറ്റ് രണ്ട് സയൻറ്റിസ്റ്റുകളാണ് മാക്സ്വെല്ലും ഹെർട്സും. ദേ ഡിമോൺസ്ട്രേറ്റഡ് ആൻഡ് പ്രൂവ്ഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രിക് വേവ്സ്. അങ്ങനെ ഇലക്ട്രിക് വേവ്സ് ഉണ്ടെന്ന് കണ്ടെത്തിയ ആളുകളാണ് ഹെർട്സ് ആൻഡ് മാക്സ്വെൽ. റോൾ ഓഫ് എഞ്ചിനീയേഴ്സ്. സയൻറ്റിസ്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ്. അതേസമയം തന്നെ എൻജിനീയേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട എൻജിനീയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദിസ് ഫീൽഡ്. കാരണം അവരാണ് ഇതിനെ കുറച്ചും കൂടി ജനകീയമാക്കി മാറ്റുന്നത്, ഈ കണ്ടുപിടുത്തങ്ങളെ. That is, engineers simplified and refined these inventions, making them accessible to the masses. അല്ലേ? ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ എൻജിനീയേഴ്സാണ് സഹായിക്കുന്നത്. അവർ ഇതിനെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുന്നു, റിഫൈൻ ചെയ്യുന്നു കണ്ടുപിടുത്തങ്ങളെ. enable the mass production of communication tools. അങ്ങനെ ഒരുപാട് ഇപ്പോൾ റേഡിയോ ഒക്കെ കണ്ടുപിടിച്ച പോലെയല്ല, പിന്നെ അത് ഇങ്ങനെ റിഫൈൻ ചെയ്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ദീസ് ആർ ദ വർക്ക്സ് ഓഫ് എൻജിനീയേഴ്സ്.
അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഒരുപാട് എണ്ണം ഡിവൈസുകൾ ഉണ്ടാക്കാൻ എഞ്ചിനീയേഴ്സ് ആർ നീഡഡ്. ബ്രോക്ക് ഡൗൺ കൾച്ചറൽ എലൈറ്റിസം ബൈ ഡെമോക്രറ്റൈസിങ് ആക്സസ് ടു ആർട്ട് ആൻഡ് നോളജ്. അതായത് ഉന്നതന്മാർക്ക് മാത്രമല്ല, താഴേക്കിടയിലുള്ള ആളുകൾക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ എഞ്ചിനീയേഴ്സ് കുറേ എണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട്. എന്തായാലും അതായത് എന്ത് കണ്ടുപിടുത്താണെങ്കിലും, ഇപ്പോൾ ബൾബ് കണ്ടുപിടിച്ചു, ബൾബ് എഡിസൺ കണ്ടുപിടിച്ചത് മാത്രമല്ല, പിന്നെ വേറെ എഞ്ചിനീയേഴ്സാണ് അത് ഉണ്ടാക്കുന്നത്. ഒരുപാട് എണ്ണം ഉണ്ടാക്കിയത് കൊണ്ടാണ് ആളുകളിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ ഇവരാണ് എഞ്ചിനീയേഴ്സ് ആർ ഡെമോക്രറ്റൈസിങ് ദീസ് കൈൻഡ്സ് ഓഫ് ഇൻവെൻഷൻസ്. ദെൻ ഫെസിലിറ്റേറ്റഡ് ഇൻ്റലക്ച്വൽ ആൻഡ് ആർട്ടിസ്റ്റിക് എൻറിച്ച്മെൻറ്റ് ഫോർ ഓൾ. എല്ലാവർക്കും ഇതിൻ്റെ ഉപയോഗം സാധ്യമാക്കുന്നത് എഞ്ചിനീയേഴ്സാണ്. സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് റേഡിയോ. നെക്സ്റ്റ് ഐൻസ്റ്റൈൻ പറയുന്നത് റേഡിയോ എങ്ങനെയൊക്കെയാണ് സൊസൈറ്റിലി വൈബ്രൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസായിട്ട് മാറുന്നത്. റേഡിയോ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഫോസ്റ്ററിങ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്. നമുക്കറിയാം അന്ന് ടെലിവിഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഫോർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ റേഡിയോ വാസ് നീഡഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ല, ഇൻ്റർനാഷണൽ ന്യൂസ് വരെ, ഇൻഫർമേഷൻ വരെ റേഡിയോയിൽ അവൈലബിൾ ആയിരുന്നു. ഇറ്റ് വാസ് ഈസിലി ആക്സസ്ഡ് ബൈ ദ പബ്ലിക് ഓർ ദ കോമൺ പീപ്പിൾ. ഓഫേഴ്സ് ആൻ അൺഡിസ്റ്റോർട്ടഡ് വ്യൂ ഓഫ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്. അല്ലേ, എന്താണ് അൺഡിസ്റ്റോർട്ടഡ് വ്യൂ ഓഫ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്, പലതരത്തിലുള്ള കൾച്ചർ, അല്ലേ, കൾച്ചർ പറഞ്ഞു വെച്ചാൽ പലതരത്തിലുള്ള സംസ്കാരങ്ങളുടെയും ഒരു സമ്മേളനമാണ് റേഡിയോയിൽ. അതായത് പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിലുള്ള ന്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് റേഡിയോയിലൂടെ ആസ്വദിക്കാൻ പറ്റും. reduces mistrust and hostility by showcasing shared humanity. That is humanity, അവിടെ എന്താണ്, മനുഷ്യത്വമാണ് അവർ ഷെയർ ചെയ്യുന്നത് റേഡിയോയിലൂടെ. അതുകൊണ്ട് തന്നെ എല്ലാ വൈരാഗ്യങ്ങളും റേഡിയോ തീർക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് എല്ലാ രാജ്യത്തെയും പ്രോഗ്രാംസ് ഉൾപ്പെടുത്തുന്നതിലൂടെ ആ ഒരു ബാരിയർ, മറ്റേത് വേറൊരു രാജ്യത്തെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, പക്ഷെ അവരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് their culture has been showcased through radio. Acts as medium for reconciliation and unity. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചറിവിനും അതുപോലെ തന്നെ ഐക്യത്തിനുമൊക്കെ ഉള്ള ഒരു വേദിയായിട്ട് റേഡിയോ മാറുകയാണ് ചെയ്യുന്നത്. And conclusion, Albert Einstein's speech celebrates a human achievement and highlights the responsibilities tied to technological advancement. അപ്പോൾ ഐൻസ്റ്റീൻ്റെ സ്പീച്ചിലൂടെ അദ്ദേഹം പറയുന്നത് ഇതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് സൊസൈറ്റിയെ ഏകീകരിക്കാനും സമാധാനത്തിലേക്ക് നയിക്കാനും ഒക്കെയാണ് ടെക്നോളജി ഉപയോഗിക്കേണ്ടത് എന്നാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. It urges us to honor the pioneers of science, engage thoughtfully with the technology and use innovation to unite rather than divide. അപ്പോൾ ഈ സയൻറ്റിഫിക് ഇൻവെൻഷൻസ് ഒക്കെ എന്താണ്, ആളുകളെ യുണൈറ്റ് ചെയ്യാനാവണം, അല്ലാതെ ഡിവൈഡ് ചെയ്യാനാവരുത്. നമുക്ക് തന്നെ അറിയാം ഐൻസ്റ്റൈൻ്റെ E=mc² എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ എടുത്തിട്ട് ആറ്റം ബോംബ് വരെ ഉണ്ടാക്കി. അതായത് ഐൻസ്റ്റൈൻ നെവർ തോട്ട് അബൌട്ട് ആറ്റം ബോംബ് വൈൽ ക്രിയേറ്റിംഗ് ഓർ വൈൽ ഫോർമുലേറ്റിംഗ് E=mc². പക്ഷേ അദ്ദേഹം അതുകൊണ്ട് തന്നെ നൊബേൽ പ്രൈസ് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ഇതിനൊക്കെ കിട്ടിയത്. അപ്പോൾ ഈ രീതിയിലാവരുത് കണ്ടുപിടുത്തങ്ങൾ. ഇറ്റ് ഈസ് ഓൾ ഗുഡ് ഫോർ ഹ്യൂമനിറ്റി എന്നുള്ള രീതിയിലാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതർവൈസ് യു ക്യാൻ ആസ്ക് മീ ത്രൂ യുവർ കമൻറ്റ്സ്. പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും കൂടെ ഉണ്ട്. സോ പ്ലീസ് ലിസൺ ടു ദാറ്റ് വേർഷൻ ഓൾസോ, because you have to write examinations in English. Okay, thank you. Bye bye.